തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു പ്രതികരണം ഞാൻ കൊണ്ടുവന്ന കേസുണ്ട്. കൊച്ചു പിള്ളേരുണ്ട്, കുട്ടികളുണ്ട്, കുട്ടികളുണ്ട്. മൊത്തത്തില് 25 പേരിനകത്ത് എല്ലാ SIT ഉൾപ്പെടെ മൊത്തത്തിലൊരു കേസുണ്ട്. SIT ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ 25 പേരിനകത്തുണ്ട്. പിന്നെ ആംബുലൻസ് ഡ്രൈവറാണ്. നമ്മൾ നെടുമങ്ങാട് ഹോസ്പിറ്റൽ ഡ്രൈവേഴ്സാണ് ഇതെല്ലാം. ഗുരുതരമായി പരിക്കേറ്റ അത്യാവശ്യം എങ്ങനെ പോലെ ഒരു 10-12 പേരിനകത്ത് ഗുരുതര പരിക്കാണ്. ഹെഡ് ഇഞ്ചറി കാര്യങ്ങള് എല്ലാം ഉണ്ട്. നിലവിൽ ഒരു മരണം മാത്രമേ ഡെത്ത് ഒന്നേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. ബാക്കി എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിലെ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസ് ഡ്രൈവേഴ്സാണ്. അവർ പറയുന്നത് തിരുവനന്തപുരത്തേക്ക്, അതായത് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലും SIT-യിലുമായി 25-ലധികം പേരെയാണ് ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അവരിൽ പലരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. വളരെ വേഗത്തിൽ ഈ ആംബുലൻസ് ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർ നടത്തിയ ഇടപെടലുണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമാണ് എന്നുള്ള കാര്യവും പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ അപകടം നടന്ന് അവിടെ നിന്നും നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതിനു ശേഷം അവിടെ പ്രാഥമിക ചികിത്സ നടത്തിയതിനു ശേഷം ഇപ്പോൾ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഏകദേശം 1 മണിക്കൂർ സമയമാണ് ഇതിനിടയിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ്. ആ സമയം വളരെ നിർണായകമാണ് എന്നുള്ളതാണ്. ഇപ്പോഴും ആംബുലൻസുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമുക്ക് കിട്ടുന്ന കണക്കുകൾ പ്രകാരം 49 പേർ ആ വാഹനത്തിലുണ്ടായിരുന്നു. അതിൽ 25-ലധികം പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി, ഒപ്പം തന്നെ തിരുവനന്തപുരം SIT ആശുപത്രി എന്നിവിടങ്ങളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ കൂടുതൽ കുട്ടികളുണ്ട്, അതുപോലെ തന്നെ പ്രായം ചെന്നവരുമുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ആദ്യഘട്ടത്തിൽ നമുക്ക് കിട്ടിയിരുന്നത് കുട്ടികൾ മാത്രമായിരുന്നു എന്നുള്ളതൊക്കെ, നമുക്ക് അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ കിട്ടിയിരുന്നു. പക്ഷേ കുട്ടികൾ മാത്രമല്ല, പ്രായം ചെന്നവർ ഉൾപ്പെടെയുള്ളവർ ഉണ്ട് എന്ന് പരിക്കേറ്റ് ഇവിടേക്ക് കൊണ്ടുവരുന്നവരുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും ശരി, വളരെ വേഗത്തിലൊരു ഇടപെടൽ അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷമാണ് മന്ത്രിയുടെ ഉൾപ്പെടെ നിർദ്ദേശപ്രകാരം ഇവിടേക്ക് ആളുകൾ ഇങ്ങനെ കൂടുതലായി എത്തുകയും ചെയ്തത്. അത് ഇവിടുത്തെ ഈ ജീവനക്കാർ മാത്രമല്ല, ആശുപത്രി ജീവനക്കാർ മാത്രമല്ല, പുറത്തുള്ള വിവിധ സംഘടനകളിൽപ്പെട്ടവർ ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തുകയും ചെയ്തു. നിലവിൽ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചവരുടെ നില ഗുരുതരമല്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതേസമയം ദാസിനി എന്ന 60 വയസ്സുകാരിയായ ദാസിനി എന്ന പേരിലുള്ള സ്ത്രീയാണ് മരിക്കുകയും ചെയ്തത്. ഇപ്പോൾ ആംബുലൻസ് ഡ്രൈവർ, ചേട്ടാ ആംബുലൻസ് ഡ്രൈവർ അല്ലേ, നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസ് ഡ്രൈവറോ? ഇപ്പോൾ ഇവിടേക്ക് എത്ര പേര് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചിട്ടുണ്ട്? ഏകദേശം ഒരു 30ഓളം കേസുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ചേട്ടാ, കുട്ടികൾ ഉൾപ്പെടെ ഏകദേശം ഒരു 30ഓളം പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ കുട്ടികളായിരുന്നു? ഒരു 5ഓളം കുട്ടികളുണ്ട്. 5ഓളം കേസുകൾ SIT-യിലോട്ട് പോയിട്ടുണ്ട്. ഇവിടേക്ക് എത്ര പേരെ എത്തിച്ചിട്ടുണ്ട്? ഇവിടേക്ക് അറിയത്തില്ല, മൊത്തം കേസ് നമുക്ക് എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഒരു 30ഓളം കേസുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കൊണ്ടുവന്നവരിലെ അവരുടെ ഈ കുട്ടികളുടെ ഉൾപ്പെടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? അറിയത്തില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയാലല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. എല്ലാവരെയും പെട്ടെന്ന് എത്തിക്കാനുള്ള രീതിയിൽ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടതായ സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലേ ബാക്കി ഡീറ്റെയിൽ അറിയാൻ പറ്റത്തുള്ളൂ. ഏറെക്കുറെ എല്ലാവരും അവിടത്തേക്ക് ആവശ്യമായിട്ടുള്ള വണ്ടികളും എത്തിച്ചിട്ടുണ്ട്. നെടുമങ്ങാട് ആശുപത്രിയിൽ തുടരുന്നവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ തൃപ്തികരമാണ്? ഒന്നും അറിയത്തില്ല. ഇനിയിപ്പോൾ അവിടെ കോൺടാക്ട് ചെയ്താലേ അറിയുള്ളൂ. നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങളെ ജോലി തുറന്നോളൂ, വളരെ വേഗത്തിൽ വിട്ടോളൂ. അപ്പോൾ ഗോകുൽ ഈ പറഞ്ഞതുപോലെയാണ്, അതായത് ഈ അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് ഇവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുകൂടി പറയുന്നുണ്ട്. അതായത് ഇനിയും അവിടെ നിന്നും ആളുകളെ ഇവിടേക്ക് എത്തിക്കാനുള്ള ഒരു ക്രമീകരണം എന്തായാലും ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും വളരെ വേഗത്തിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. അതേസമയം ഈ ആംബുലൻസ് ഡ്രൈവറുടെ തന്നെ കണക്ക് പ്രകാരം 30-ലധികം പേരെയാണ് ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നതാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഇവിടേക്ക് എത്തുമ്പോൾ 17 പേരായിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അതിനുശേഷം 5 കുട്ടികളെ SIT ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു എന്ന് പറയുന്നു. മാത്രമല്ല അതിനുശേഷവും കുറച്ചധികം ആളുകളെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ വിഷയത്തിലെ ഏറ്റവും ആശ്വാസകരമായ കാര്യം, ഈ കൊണ്ടുവന്നപ്പോൾ നമ്മൾ കാണുന്നുണ്ട് അവരുടെയൊക്കെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളൊരു വലിയ ആശ്വാസകരമായ വാർത്ത നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയും. അപ്പോഴും മന്ത്രി പറഞ്ഞൊരു വിഷയമാണ് വലിയ ആശങ്ക നമ്മുടെ മുൻപിലുള്ളത്. അതായത് പുറമേ കാര്യമായ പരിക്കുകളില്ലാതിരുന്ന സ്ത്രീയായിരുന്നു ഈ 60-കാരിയായ ദാസിനി. അവർക്ക് അവരുടെ മരണമാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആശങ്ക നിലനിൽക്കുമ്പോൾ തന്നെ ബാക്കിയുള്ളവർക്ക് അത്തരത്തിലൊരു വലിയ പരിക്കുകളിലേക്ക് പോകുന്നില്ല എന്നൊരു ആശ്വാസകരമായ വാർത്തയുണ്ട്. കാരണം ഏറ്റവും അധികം പരിക്കുകൾ ഉള്ളവരെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അതിൽ തന്നെ നമ്മുടെ കൺമുൻപിലൂടെയാണ് അവർ കടന്നുപോയത്. അതിൽ നമ്മൾ കണ്ടവർക്ക് അങ്ങനെ കാര്യമായ പരിക്കുകളില്ല എന്നുള്ളത് ഒരു ആശ്വാസകരമായ വാർത്ത. ഒപ്പം തന്നെ മന്ത്രിയോട് ഡോക്ടർമാർ സംസാരിച്ചതും അങ്ങനെ
ആശ്വാസകരമായ നിലയിലാണ്. അതേസമയം തിരുവനന്തപുരം SIT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 5 കുട്ടികളുടെ നിലയിലും ആ നിലയിൽ തന്നെ ആശ്വാസം